ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിനൊരു സുഖമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വയനാടിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് മനസ്സിന് വല്ലാത്തൊരു വിങ്ങലാണ്. പഠിച്ചവൻ അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിന് സമാധാനം എല്ലാം ക്ഷമിക്കാനുള്ളൊരു കഴിവും കൊടുക്കട്ടെ. ഇനി ഇതുപോലുള്ളൊരു ദുരന്തം വേറെ എവിടെയും നമ്മുടെ ലോകത്ത് തന്നെ എവിടെയും ഇല്ലാതെ നിൽക്കട്ടെ. അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇന്നൊരു കുഞ്ഞ് മോർണിംഗ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ എണീറ്റിട്ടുള്ളത്. ഒരു 5:45 ആയിട്ടുണ്ടായിരുന്നു. മോള് തലേന്ന് രാത്രി ഉറങ്ങാനയക്കാത്തതുകൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയിട്ടോ. എന്തായാലും ചെറിയ പണിയൊന്നുമില്ല, അതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഉമ്മാക്ക് തൊഴിലുറപ്പുണ്ട്, മക്കൾക്ക് മദ്രസ ഉണ്ട് കേട്ടോ. ഇന്ന് ഒരുപാട് ദിവസമായിട്ട് മദ്രസ ഇല്ലാതെ ഇന്ന് ഉണ്ടാവുകയാണ് കേട്ടോ. ഇന്ന് ശനിയാഴ്ചയാണ്. ലിച്ചൂസിന് 6:15 കേട്ടോ. അപ്പോൾ അവൾ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ അരി ആട്ടാനൊക്കെ നിന്നിട്ടുള്ളത്. ഇന്ന് ചീയപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അരി അരച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചീയപ്പത്തിനുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചുട്ടെടുക്കണം. ഇതിലേക്കുള്ള കറി ചെറുപയറാണ്. ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ. ഇനി അതൊന്ന് കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ട് വെക്കണം. തേങ്ങ അരക്കാതെ കേട്ടോ വെക്കുന്നത്. തേങ്ങ അരക്കാനൊന്നും ഒരു മൂടില്ല. തേങ്ങ പൊളിച്ചിട്ട് വേണം. അപ്പോൾ ഇന്ന് തേങ്ങ അരക്കാതെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇമ്മ തൊഴിലുറപ്പിന് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകാറാണ്. അപ്പം അത് ചൂടായപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് അതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചെറുപയറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതും തൂമിച്ചു കേട്ടോ. അങ്ങനെ ചെറുപയർ കറിയായി. ഇനി ചീയപ്പം ഒന്ന് ചുട്ടെടുക്കണം. ഞാൻ ഈ അപ്പത്തിന് ചീയപ്പം എന്നാണ് കേട്ടോ പറയാറ്. ചിലരൊക്കെ നീർദോശ എന്നൊക്കെ പറയുന്നത് തോന്നുന്നു. നിങ്ങളൊക്കെ അവിടെ ഈ അപ്പത്തിന് എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ കാണുന്നവർ. ചോറും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് ഊറ്റിയെടുത്തു കേട്ടോ. പെട്ടെന്ന് വേവുന്ന അരിയായിരുന്നു. അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞടക്കല്ലേ. അപ്പം തലേന്ന് കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതവിടെ വെച്ചിട്ട് ആ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ. കുറച്ച് പണികളൊക്കെ പെട്ടെന്നൊന്ന് ഒതുക്കിയെടുത്തിട്ട് പിന്നെ ചായ കുടിക്കാനിരുന്നു കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. ഉമ്മയാണെന്നും മുറ്റടിക്കാറ്. ഇപ്പോൾ തൊഴിലുറപ്പിന് നേരത്തെ പോകുന്നതുകൊണ്ട് മുറ്റടിക്കാറില്ല. പിന്നെ മുറ്റൊക്കെ നല്ല നനവല്ലായിരിക്കും മഴയൊക്കെ പെയ്തിട്ട്. അപ്പോൾ പെട്ടെന്ന് അടിച്ചു വരാനും കഴിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് അടിക്കാൻ കുറച്ച് സുഖമായിരിക്കും കേട്ടോ. അങ്ങനെ മുറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇനി ഉച്ചക്കുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. നേരത്തെ മീൻ പൊരിച്ച് വെച്ചതുകൊണ്ട് ഇനി ആ ഒരു ജോലിയില്ല. ഇനി കറി ഉണ്ടാക്കി വെക്കണം. ഇന്ന് പരിപ്പും വെള്ളരിക്കയും വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറച്ച് പരിപ്പുണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ ഇന്ന് വെള്ളരിക്ക കറി ഉണ്ടാക്കുക പരിപ്പൊക്കെ ഇട്ടിട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് കേട്ടോ. ലിയക്കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്കുള്ള ചായയൊക്കെ കൊടുത്തിട്ട് രാവിലെ പഴം പുഴുങ്ങിയതാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് കൊലയിൽ ലുലുവിനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ, അവളെ നോക്കാൻ വേണ്ടിയിട്ട്. കളിക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് അവൾ വന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടുക്കളയിൽ തന്നെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ തന്നെ പണികളൊന്നും തീരില്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് എടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ അന്ന് കഴിയില്ല കേട്ടോ. അതുപോലെ മക്കളെയൊക്കെ ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ അവളെ ലിച്ചൂസിൻ്റെ അടുത്ത് ആക്കിയിട്ട് ബാക്കിയുള്ള പണിയും കൂടെ എടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വെന്തതിന് ശേഷം തേങ്ങ അരക്കണം. അതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും ചെറിയ ഉള്ളി ഇട്ടിട്ടൊന്ന് അരച്ച് അതിലേക്ക് ഒഴിക്കണം കേട്ടോ. ശേഷം കടുകിൽ തൂമിക്കുകയാണ് ചെയ്യുക.
അപ്പോൾ ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തുണികളൊക്കെ വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കാണുന്ന വീടിൻ്റെ മുകളിലാണ് ഇട്ടിട്ടുള്ളത്. അവർ താമസമായിട്ടില്ല, ഇതിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരണം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്